ഒരുപാട് കുടുംബങ്ങളെ കടക്കെണിയിൽ നിന്ന് രക്ഷിച്ച ഒരുപാട് വീട്ടമ്മമാർക്ക് പ്രതീക്ഷയും പുതുജീവനും നൽകിയ ഒരു വാസ്തു ചെടിയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഏതൊക്കെ വീട്ടമ്മമാർ, ഏതൊക്കെ സ്ത്രീകൾ തങ്ങളുടെ അടുക്കള പുറത്ത് ഈ ചെടി ഒന്നിച്ചു നട്ടു വളർത്തിയിട്ടുണ്ടോ ആ വീടുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമാണ് പറയാനുള്ളത്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട്, എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട്, ജീവിതം തന്നെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ, കടം കയറി മുടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ആരൊക്കെ ഈ ചെടി ജീവിതത്തിലെ നട്ടു വളർത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിലെ ദുരിതങ്ങൾ തീർന്ന് ഐശ്വര്യം, സമ്പത്ത്, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ നടന്നു പോകുന്നവരാണെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന വാസ്തു ചെടികൾ 2 എണ്ണം വാങ്ങിക്കൊണ്ടുവന്ന് ഒരു ചെടിച്ചട്ടിയിലോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ വെച്ച് നിങ്ങളുടെ അടുക്കള പുറത്ത് വളർത്തണേ. നിങ്ങളുടെ ജീവിതത്തിലും സകല ദോഷങ്ങളും ദുരിതങ്ങളും നീങ്ങും. നിങ്ങളുടെ വീടിനെ തേടി കോടീശ്വര യോഗം വരും. ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഈ അനുഭവം കിട്ടുന്നവർ പൊതുവെ പുറത്തു പറയാറില്ല. കാരണം അതിന്റെ ഫലം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതി. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കേൾക്കണം കേട്ടോ. നിങ്ങൾ വീട്ടിൽ വളർത്തി നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടാകുന്നതാണ്. ഞാൻ ഈ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവം കിട്ടും. കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്യണം. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അതായത് നിങ്ങളുടെ വീട്ടിലെ അടുക്കള വാതിൽ ഉണ്ടല്ലോ, അടുക്കള വാതിൽ തുറക്കുമ്പോൾ അടുക്കള വാതിലിന്റെ ഇടതുവശത്തോ അല്ലെങ്കിൽ വലതുവശത്തോ ഏതെങ്കിലും 2 സൈഡിൽ ഏതായാലും മതി, ആ 2 സൈഡിൽ എവിടെയെങ്കിലുമായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെടി അങ്ങ് വെച്ച് അതിൽ ഞാൻ ഈ പറയുന്ന 2 ചെടികൾ നട്ടു വളർത്തുക. ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ മക്കൾക്ക് നൽകുന്ന അതേ സ്നേഹവും അതേ കെയറും നൽകി ആ ചെടികളെ പരിപാലിച്ചു പോരുക. ചെടികൾ എന്ന് പറയുന്ന ഈ പറയുന്ന ചെടികൾ, ഈ കാണിച്ചു തരുന്ന ചെടികൾ കരിമഞ്ഞളാണ്. ഇത് നഴ്സറിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ കിട്ടും. സാധാരണ വീടുകളിൽ ഇത് തീരെ കുറവാണ്. വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ അതും വാസ്തുപരമായിട്ട് വളർത്തുന്നതാണ്. ഇത് വീട്ടുകാർ ആർക്കും കൊടുക്കത്തില്ല. കാരണം അങ്ങനെ ദാനമായിട്ട് കൊടുക്കുവാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് ഇത്. ദാനമായിട്ട് കൊടുക്കുന്നത് ദോഷമാണ്. അതുകൊണ്ടാണ് ഇത് നഴ്സറിയിൽ പോയി തന്നെ വാങ്ങണം കേട്ടോ. കരിമഞ്ഞൾ എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. സാധാരണ മഞ്ഞൾ അല്ല, കരിമഞ്ഞൾ എന്ന് പറയുന്നത് മുറിച്ചു കഴിഞ്ഞാൽ ഒരു കറുപ്പ്, ഒരു കരി നീല അല്ലെങ്കിൽ ഒരു കറുപ്പ് നിറത്തിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കരിമഞ്ഞളിന്റെ ഒരു നല്ല തൈ നിങ്ങൾ വാങ്ങിക്കുക. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. ഇതാണ് ഞവര അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ചെടിയാണ്. ഞവര എന്നാണ് സാധാരണയായിട്ട് ഇതിനെ പറയുന്നത്. ഈ ഞവര എന്ന് പറയുന്ന ചെടിയും ഒരുപാട് ഔഷധ ഗുണങ്ങളും വാസ്തു മൂല്യങ്ങളുമുള്ള ചെടിയാണ്. ഈ 2 ചെടികളിലും ഈ കരിമഞ്ഞളും അതുപോലെ തന്നെ ഒരു ഞവര തൈയും വാങ്ങിക്കൊണ്ടുവന്ന് ഒരു ചെടിച്ചട്ടിയിലായിട്ടിട്ട് ഇതിന്റെ മൂട്ടിലായിട്ട് അല്ലെങ്കിൽ ഒറ്റയായിട്ടാണ് നിങ്ങൾ കല്ലുകെട്ടി വളർത്തുന്നുണ്ടെങ്കിൽ ഒറ്റമൂലിയായി ഇത് 2ഉം കൂടി ഒന്നിച്ചു വളർത്തുക. ഞവര കുറച്ച് പെട്ടെന്ന് വളർന്ന് പന്തളിക്കും. എന്നാൽ കരിമഞ്ഞളാകട്ടെ ഒരല്പം സമയമെടുത്തായിരിക്കും വളരുന്നത്. ഇത് 2ഉം ഒരു മൂട്ടിൽ നട്ടു വളർത്തുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും കേട്ടോ. ദിവസവും അതിന് ജലമൊഴിക്കുക, ദിവസവും അതിനെ തൊട്ടു വണങ്ങുക. ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ നിങ്ങൾ പരിപാലിച്ചു പോരുക. നിങ്ങളുടെ അടുക്കള വാതിൽ തുറക്കുമ്പോൾ എല്ലാ ദിവസവും വീട്ടമ്മമാർ രാവിലെ കണി കാണേണ്ടത് ഈ 2 ചെടികൾ നിൽക്കുന്നതാണ്. കരിമഞ്ഞൾ എന്ന് പറഞ്ഞാൽ സകല ദോഷങ്ങളും തീരും. ഞവര എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തെ കൊണ്ടുവരുന്ന ചെടിയാണ്. അപ്പോൾ ഇത് 2ഉം കൂടെ ചേരുമ്പോൾ സകല ദോഷങ്ങളും നീങ്ങി ഭാഗ്യം വരുന്നതായിരിക്കും. ഒരുപാട് വീട്ടമ്മമാർ ഇത് വളർത്താറുണ്ട് കേട്ടോ. അവരൊക്കെ അതിൻ്റെതായ ഉയർച്ചയും ഐശ്വര്യവും ഉള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. മാത്രമല്ല എല്ലാവരുടെയും വിഘ്നം മാറുവാനായിട്ട് ഓം ഗംഗണപതായേ നമഃ എന്നൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ.
എല്ലാവരുടെയും വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടട്ടെ. അതുപോലെ തന്നെ മറ്റു ചില വാസ്തു ചെടികളും അടുക്കള പുറത്ത് വളർത്തുന്നത് ഏറ്റവും കേമമാണ് കേട്ടോ. പ്രത്യേകിച്ചും നിങ്ങളുടെ വീടിന്റെ, അതായത് നിങ്ങളുടെ അടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയ്ക്ക്, നമ്മുടെ അടുക്കള എന്ന് പറയുമ്പോൾ 4 മൂല വരും. ഈ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ്, ഈ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 4 മൂലകൾ വരും. ഈ മൂലകളിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു കുപ്പി വെച്ചിട്ട് ആ കുപ്പിയിൽ ജലം നിറച്ചിട്ട് ഒരു മണി പ്ലാന്റിന്റെ കൊമ്പ് അല്ലെങ്കിൽ ഒരു മണി പ്ലാന്റിന്റെ ഒരു സ്റ്റെം കൊണ്ടുവന്ന് വെക്കൂ. ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇലയൊക്കെ തളിരിട്ട് വരുന്നത് അത് ജലമെടുത്ത് ജലമൊക്കെ ഒഴിച്ചു കൊടുക്കുക. കുപ്പിയിലൊക്കെ കിഴക്കേ മൂലയ്ക്ക് ഒരു പ്ലാന്റ് അടുക്കളയുടെ മൂലയ്ക്ക് വെക്കുക. ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. മണി പ്ലാന്റ് കുപ്പിയിൽ വെക്കുക. ഒരു കാരണവശാലും മണി പ്ലാന്റ് ഇല്ലാതെ വെറും കുപ്പി മാത്രം വെള്ളം നിറച്ച് തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഇരിക്കുവാൻ ഇടയാവരുത്. അഥവാ ഈ മണി പ്ലാന്റ് ധനം ഒഴുകി വരും എന്നാണ് പറയുന്നത്. ആ വീട്ടിലേക്ക് ആ ഗ്രഹനാഥ, ആ സ്ത്രീ ഇത് വളർത്തുന്ന ആ വീട്ടിലേക്ക് ധനം ഒഴുകിയെത്തും, ഐശ്വര്യം വീട്ടിൽ അലയടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ചെയ്തു നോക്കണേ. എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.